കുടിവെള്ളം കിട്ടാതെ വലയുന്ന ആഫ്രിക്കൻ ഗ്രാമങ്ങളുടെ ദാഹമകറ്റുന്ന ഒരു മലയാളിയാണ് ഇനി ന്യൂസ് മോർണിംഗ് പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര സ്വദേശി ദിൽഷാദ്. ട്രാവൽ വ്ലോഗറായ ദിൽഷാദ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെ തന്റെ ഥാർ ജീപ്പിൽ 2 വർഷം നീളുന്നൊരു യാത്രയിലാണ്. ടാൻസാനിയയിലെ മക്കാസി മാപ്പിയ എന്ന ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക് ഇനി വെള്ളം കുടിക്കാൻ 1.5 കിലോമീറ്റർ അലയേണ്ട ആവശ്യമില്ല. ദിൽഷാദിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ ഈ കിണർ അവരുടെ മനം നിറക്കുകയാണ്. നേരത്തെ ബുള്ളറ്റ് ബൈക്കിൽ ആഫ്രിക്കയിലൂടെ നടത്തിയ യാത്രക്കിടെയാണ് കുടിവെള്ളക്ഷാമത്തിന്റെ നേർക്കാഴ്ച ദിൽഷാദിന്റെ കൺമുമ്പിലെത്തുന്നത്. കുട്ടികളടക്കം കുടിവെള്ളത്തിനായി കിലോമീറ്ററുകൾ താണ്ടുന്നതും മലിനജലം ശേഖരിച്ച് കുടിക്കുന്നതും ഉൾപ്പെടെയുള്ള കാഴ്ചകൾ ദിൽഷാദിന്റെ മനസ്സിനെ ഉലച്ചു. ഈ ദുരിതം ലഘൂകരിക്കാൻ തന്നാലാവുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയിൽ നിന്നാണ് കിണർ നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ആഫ്രിക്കയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വെള്ളത്തിന് വേണ്ടി ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 2 വർഷം മുമ്പ് ഞാൻ ഇന്ത്യയിൽ നിന്നും ആഫ്രിക്ക വരെ നടത്തിയ ഒരു ബൈക്ക് യാത്രയിലാണ് ഇവിടുത്തെ ദുരിതം ഞാൻ നേരിട്ട് കാണുന്നത്. ആ ഒരു സമയത്ത് തൻസാനിയന്റെ പടിഞ്ഞാറൻ ഗ്രാമങ്ങളൊന്നും മഴ ലഭിക്കാതെ ഈ വറ്റിയ പുഴകളിൽ നിന്നൊക്കെ വെള്ളം ശേഖരിച്ചിട്ട് ഈ ചെളിവെള്ളം ഊറി വരുന്നതും കാത്തിരിക്കുന്ന ഒരുപാട് ജനങ്ങളെ നമ്മൾ നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ്. അന്ന് ഞാൻ തീരുമാനിച്ചു, എന്തെങ്കിലും ഇനി ആഫ്രിക്കയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവർക്കായിട്ട് ഒരു 10 കിണറെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത്. കെനിയയിലെ മുംബാസയിൽ തുടങ്ങിയ ഉദ്യമത്തിന് സമൂഹമാധ്യമങ്ങളിലെ തന്റെ പ്രേക്ഷകരിൽ നിന്ന് മികച്ച പിന്തുണ കിട്ടി. ഇതോടെ കൂടുതൽ പ്രദേശങ്ങളിൽ കിണർ കുഴിച്ചു. കെനിയ, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിലായി 9 കിണറുകളുടെ പണി ഇതിനകം പൂർത്തിയാക്കി. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും ഞാൻ ഇന്ത്യയിൽ നിന്ന് ഒരു മഹീന്ദ്ര താർ എടുത്തിട്ട് ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ 3 ഭൂഖണ്ഡങ്ങളിലൂടെ 2 വർഷങ്ങളായിട്ടുള്ള ഒരു പര്യടനത്തിന് ഇറങ്ങിയപ്പം ആദ്യം ഏഷ്യ കഴിഞ്ഞ ഉടനെ ആദ്യം ഞാൻ വന്നത് ആഫ്രിക്കയിലേക്കാണ്. നമുക്ക് ഈ 2 വർഷം മുമ്പ് നമ്മൾ കുറിച്ചിട്ട് പോയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഏകദേശം 9 കിണറുകളായി. കെനിയയിലെ മൊംബാസയിലായിരുന്നു ആദ്യത്തെ കിണർ നമ്മൾ കുഴിച്ചു തുടങ്ങുന്നത്. അതിനുശേഷം 8 കിണറുകൾ തൻസാനിയയിലും ബാക്കിയൊരു കിണർ ഇപ്പം സാംബിയയിലുമായിട്ട് 9 കിണറുകൾ ഇപ്പം പൂർത്തിയായി. ഇനിയും കിണറുകൾ ചെയ്യുന്നുണ്ട്. കടുത്ത വരൾച്ച നേരിടുന്ന സാംബിയ, മൊസാംബിക്, നമീബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ കൂടി കിണറുകൾ കുഴിക്കാനുള്ള പദ്ധതിയിലാണ് ദിൽഷാദ്. ഓരോ വീട്ടിലും കിണറുള്ള മലയാളിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ദാരിദ്ര്യമാണ് ആഫ്രിക്കയിലെ ജലക്ഷാമത്തിന് കാരണമെന്ന് ദിൽഷാദ് പറയുന്നു. ആഫ്രിക്കയിലെ 10 വീടുകൾക്ക് ഒരു കിണർ എന്ന തോതിലെങ്കിലും നിർമ്മിച്ചു നൽകാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമാവുമെന്നാണ് ദിൽഷാദിന്റെ അഭിപ്രായം. സോഷ്യൽ മീഡിയയുടെ വരുമാനം മാത്രം പോരാ, ശരിക്കും ഇത്രയും വലിയൊരു പദ്ധതി ചെയ്യുമ്പം ഒരുപാട് പേര് നമ്മുടെ മലയാളികളൊക്കെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹപൂർവ്വം ഞാൻ കേരള, ഇന്ത്യ എന്നുള്ള ബോർഡ് എല്ലാ സ്ഥലങ്ങളിലും വെക്കുന്നത്. നമ്മൾക്ക് ഈ കിണർ കുഴിച്ചിട്ട് അവിടെ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെന്നെ വെള്ളം കുഴിച്ചിട്ട് കിണർ കുഴിച്ചിട്ട് വെള്ളം എടുക്കാത്തതെന്ന്? കിണർ കുഴിക്കാനൊരു പണിക്കാരനെ വേണം, അതിന് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ, സാധനങ്ങൾ, മെറ്റീരിയൽസ് എല്ലാം വേണം. മാസം $20-30 മാത്രം വരുമാനമുള്ള ഒരു ഗൃഹനാഥന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു സംഭവം? അവരെ സംബന്ധിച്ചോളം ഇത്രയും വലിയൊരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? ശരിക്കും നമ്മുടെ നാട്ടിലെ പൈസ വെക്കും 25,000-30,000 രൂപ മാത്രമുള്ള ഒരു സാധാ കിണറിന്. പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് ഇവർക്ക് 6 മാസം 7 മാസം കഷ്ടപ്പെടേണ്ടി വരും ഇത്രയും വലിയൊരു എമൗണ്ട് മാത്രം സംഘടിപ്പിക്കാൻ. അതുകൊണ്ട് ഇനിയും പ്രവർത്തനങ്ങൾ തുടരാൻ തന്നെയാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.